ഒരു ജാതിയാണ് മനുഷ്യജാതി. എന്തുവാണ് മനുഷ്യജാതി? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിനൊരു പ്രത്യേകതയുണ്ട്. മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് ആത്മാവുണ്ട്. എന്നാൽ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ആത്മാവില്ലാത്തത് കൊണ്ട് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ള ഒന്നല്ല. എന്നാൽ മനുഷ്യന്റെ പ്രത്യേകത ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ എന്നാണ്. ഇങ്ങനെ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മൃഗങ്ങളൊക്കെയും നശിച്ചു പോകുന്നതാണ്. എന്നാൽ മനുഷ്യന് നാശമില്ല. കാരണം മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവുണ്ട്. ഈ ആത്മാവ് നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാല് നിനക്ക് എന്ത് പ്രയോജനം? സർവ്വലോകത്തെക്കാൾ വിലയേറിയ ഒന്നാണ് മനുഷ്യന്റെ ആത്മാവിന്റെ വില. ആ വിലയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് സത്യവേദ പുസ്തകത്തിലൂടെയാണ്. ഈ സത്യത്തിന്റെ വേദങ്ങളടങ്ങിയ പുസ്തകം നാം അതിന്റെ ആരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നാം ചിന്തിക്കുവാനും പഠിക്കുവാനും തയ്യാറായാൽ നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയപ്പെടുന്ന ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് മനുഷ്യന്റെ ഗതി എന്താണ്? നാം ദൈനംദിന ജീവിതത്തിൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന ഒന്ന്, മനുഷ്യന് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മനുഷ്യ ശരീരത്തിലെ തൊലിയുടെ കളറിന്റെ പേരിൽ ഒക്കെ നിർദാക്ഷിണ്യം കൊല ചെയ്ത് നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതിനേക്കാൾ ഉപരി യൗവനക്കാരായ കുഞ്ഞുങ്ങൾ മദ്യത്തിനും, ഒരു കാലഘട്ടത്തിൽ തെങ്ങുചത്തി ഉണ്ടാക്കുന്ന കള്ള് എന്ന് പറയുന്നതാണ് മദ്യം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കള്ളുചത്തി ഉണ്ടാക്കുന്ന ആ മദ്യത്തെക്കാളൊക്കെ 10 മടങ്ങ് വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങളും MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളിൽ നിന്ന് വരെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് നമ്മൾ വാർത്താ മാധ്യമത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയണമെങ്കിൽ ഭേദാഭേദങ്ങളെ കുറിച്ച് തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരു മനുഷ്യനായി തീരണം. അങ്ങനെ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കുവാൻ കഴിവുള്ളവൻ. ഇന്ന് ഈ മനുഷ്യൻ എങ്ങോട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളായിരിക്കുന്ന ഈ രാജ്യത്തിൽ തന്നെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറയുന്നവർ
തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. എന്നാൽ ഈ മഹാരാജ്യത്തില് മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരില് മനുഷ്യജീവനുകൾ നിത്യേന നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ആ ശൂന്യവും പാഴും ശൂന്യമായി തീർന്ന ഈ ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് 6-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നാം ഇന്ന് കണക്ക് കൂട്ടുന്ന 6 ദിവസമല്ല. ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 സംവത്സരം പോലെയും 1000 സംവത്സരം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയുമാണ്. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പുകൾക്ക് മുമ്പ് തന്നെ പല സൃഷ്ടിപ്പുകളും ഈ പ്രപഞ്ചത്തിൽ നടന്നു. അതിലൊന്നാണ് ദൂതന്മാരുടെ സൃഷ്ടിപ്പ്. ആ ദൂത സഞ്ചയങ്ങളിൽ ഒരു സംഘം ദൈവത്തോട് മറുതലിച്ച് അത്യുന്നതനായ ദൈവത്തിന് സമനാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിഗളിച്ചപ്പോൾ ആ നിഗളിയായ ദൂതനെ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി.